Hello, dear friends. Welcome to my channel English Excellence with Jobin Joseph. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക 15 അമേസിംഗ് ഫാക്ട്സ് എബൌട്ട് എലിഫൻറ്റ്സ്. ആനകളെക്കുറിച്ച്. ആനകളെ ഇഷ്ടമില്ലാത്ത ആരും തന്നെ കാണുമല്ല. ആനകൾ വരുമ്പോഴും ആനകളെ കാണുമ്പോഴും ഒക്കെ കൗതുകത്തോടെ ഓടിച്ചെന്ന് നോക്കി നിൽക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ ആനകളെക്കുറിച്ച് 15 കൗതുകങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞിരുന്നാലോ അല്ലെങ്കിൽ പഠിച്ചാലോ? അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല. ആനകളെക്കുറിച്ച് 15 കൗതുകങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യത്തെ കൗതുകത്തിലേക്ക് നമുക്ക് നോക്കാം. എലിഫൻറ്റ്സ് ആർ ദ വേൾഡ്സ് ലാർജസ്റ്റ് ലാൻഡ് ആനിമൽസ്. നമുക്കറിയാം, ആനകൾ ലോകത്തിലെ ഏറ്റവും വലിയ കര ജീവികളാണ്. ഇപ്പം കരയിലെ മൃഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കരമൃഗമാണ് ആനകൾ. മെയിൽ ആഫ്രിക്കൻ എലിഫൻറ്റ്സ് ക്യാൻ റീച്ച് അബൌട്ട് 3 meters in height and weight between 4,000 and 7,500 kg. ആഫ്രിക്കൻ ആനകൾ, ആഫ്രിക്കയിലെ ആൺ ആനകൾക്ക് ഏകദേശം 3 മീറ്റർ ഉയരമുണ്ട്. ഏകദേശം 4000 മുതൽ 7500 കിലോഗ്രാം വരെ ഭാരമൊക്കെ ഈ ആഫ്രിക്കൻ ആനകൾക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ ആൺ ആനകൾക്ക് ഉണ്ടാകും. ഏഷ്യൻ എലിഫൻറ്റ്സ് ആർ സ്ലൈറ്റ്ലി സ്മോളർ, റീച്ചിങ് അബൌട്ട് 2.7 meters in height and weighing between 3000 and 6000 kg. ഏഷ്യൻ ആനകൾ ആഫ്രിക്കൻ ആനകൾക്ക് അത്രയും പൊക്കമില്ലെങ്കിലും തൊട്ടടുത്ത് തന്നെയുണ്ട്, വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ ഏഷ്യയിലെ ആനകൾക്ക് ഏകദേശം 2.7 മീറ്റർ ഹൈറ്റ് ഉണ്ട്, 2.7 മീറ്റർ ഉയരമുണ്ട്. അതുപോലെ 3000 മുതൽ ഏകദേശം 6000 കിലോഗ്രാം വരെയും ഭാരവും ഉണ്ട്. അപ്പം നോക്കിക്കേ, ആനകൾക്ക് ഏതാണ്ട് 3000-നും 6000-നും ഇടയിലാണ് അവയുടെ ഭാരം. അടുത്ത പ്രത്യേകത നമുക്ക് നോക്കാം. എലിഫൻറ്റ്സ് ഹാവ് ദ ലോങ്സ്റ്റ് പ്രഗ്നൻസി അമംഗ് ലാൻഡ് ആനിമൽസ്. അപ്പം കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ, ഏറ്റവും നീണ്ട ഗർഭകാലം ഉള്ള ജീവി ആനയാണ്. അപ്പം ആനകൾക്കാണ് ഏറ്റവും കൂടുതൽ കരയിൽ ഗർഭകാലമുള്ളത്. ദേ ആർ പ്രഗ്നൻറ്റ് ഫോർ അബൌട്ട് 22 months, which is nearly 2 years. അപ്പം ഏകദേശം 22 മാസമാണ് ആനയുടെ ഗർഭകാലം. ഇത് ഏകദേശം 2 വർഷത്തോട് അടുത്ത് വരും. അടുത്ത പ്രത്യേകത, എ ബേബി എലിഫൻറ്റ് ഈസ് വെരി ഹെവി അറ്റ് ബർത്ത്. അറ്റ് ബർത്ത് എ ബേബി എലിഫൻറ്റ് വെയ്സ് അബൌട്ട് 210 pounds. ദാറ്റ് ഈസ് 95 kg. അതായത് ജനിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ആനയ്ക്ക് ഏകദേശം 210 പൗണ്ട് ഭാരം ഉണ്ടാവും. അതായത് 95 കിലോ ഭാരം ഉണ്ടാവും. നമ്മളൊക്കെ ജനിച്ചപ്പോൾ ഏകദേശം അല്ലേ 3 കിലോ അല്ലെങ്കിൽ അങ്ങേറ്റം 4 കിലോ ഒക്കെയാണ് ഉണ്ടായിരുന്നത് അല്ലേ. 4 കിലോ 3 കിലോ ഒക്കെ അടുത്തൊക്കെയാണ് നമ്മൾ നിൽക്കുക. അപ്പോൾ ഇവിടെ ആനയ്ക്ക്, കുഞ്ഞ് ആന ജനിക്കുമ്പോൾ തന്നെ ഏകദേശം 95 കിലോ ഭാരം ഉണ്ടായിരിക്കും. Baby elephants learn to stand and walk very quickly. ഈ കുഞ്ഞു ആനകൾ ജനിച്ച് ഉടനെ തന്നെ വേഗത്തിൽ നിൽക്കാനും നടക്കാനും ഒക്കെ പഠിക്കുന്നു. നമ്മളൊക്കെ ജനിച്ചിട്ട് ഇത്തിരി താമസമായിരുന്നു അല്ലേ, പെട്ടെന്ന് നടക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ആനകൾക്ക് അങ്ങനെയല്ല കേട്ടോ. എ ബേബി എലിഫൻറ്റ് ക്യാൻ സ്റ്റാൻഡ് വിതിൻ 20 minutes ഓഫ് ബർത്ത് ആൻഡ് ക്യാൻ വാക്ക് വിതിൻ 1 hour. ഒരു കുഞ്ഞാന ജനിച്ചിട്ട് 20 മിനിറ്റിനുള്ളിൽ അതിന് നിൽക്കാൻ സാധിക്കും. അതുപോലെ 1 മണിക്കൂറിനുള്ളിൽ നടക്കാനും കഴിയും. നോക്കി, എന്ത് വളരെ പ്രത്യേകതയുള്ളൊരു ജീവിയാണ് ആന. ആ 95 കിലോ ഭാരമുള്ള കുഞ്ഞ് ആന ജനിച്ച് 20 മിനിറ്റിനുള്ളിൽ അത് നിൽക്കാനുള്ള കഴിവ് നേടുന്നു. അതുപോലെ 1 മണിക്കൂറിനുള്ളിൽ അതിന് നടക്കാനും കഴിയും. ആഫ്റ്റർ 2 days it can keep up with the herd. This ability helps elephant herds
മൈഗ്രേറ്റ് ടു ഫൈൻഡ് ഫുഡ് ആൻഡ് വാട്ടർ. അതായത് 2 ദിവസം, അതായത് 20 മിനിറ്റിനുള്ളിൽ ആനകൾ ജനിച്ചതിന് ശേഷം അതിന് നിൽക്കാൻ സാധിക്കും, 1 മണിക്കൂറിനുള്ളിൽ അതിന് നടക്കാനും കഴിയും. അതുപോലെ തന്നെ 2 ദിവസത്തിനുള്ളിൽ അത് അതിൻ്റെ കൂട്ടത്തിനൊപ്പം, ആനക്കൂട്ടത്തിന്, നമ്മൾ ആനക്കൂട്ടത്തിന് എന്ത് പറയുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു, ഹെഡ്, HERD, ഹെഡ്. അപ്പോൾ ആ കൂട്ടത്തിനൊപ്പം നടക്കാനും അതിന് കഴിയും. ആ ഒരു കഴിവ്, ഈ നമുക്കറിയാം ആനക്കൂട്ടങ്ങൾ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, ഇപ്പം ഭക്ഷണവും വെള്ളവും ഒക്കെ തേടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് അവരോടൊപ്പം ചേർന്ന് നടക്കാൻ ഈ ആന കുഞ്ഞുങ്ങൾക്കും എളുപ്പത്തിൽ ഈ ഒരു കഴിവ് സഹായിക്കും. അടുത്ത പ്രത്യേകത, നമുക്കറിയാം ആനയുടെ തുമ്പിക്കൈ എന്ന് പറയുന്നത് നമ്മളെല്ലാം നോക്കി നിൽക്കുന്ന ഒരു അവയവമാണ് അല്ലേ. അപ്പോൾ ഈ ആനയുടെ തുമ്പിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. An elephant's trunk is a very useful and intelligent organ. അപ്പോൾ ആനയുടെ തുമ്പിക്കൈക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ട്രങ്ക് എന്നാണ് കേട്ടോ, ട്രങ്ക്, എലഫൻസ് ട്രങ്ക്. അപ്പോൾ ഈ ആനയുടെ തുമ്പിക്കൈ അതിന് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ അത് അങ്ങേയറ്റം ഒരു ഇൻ്റലിജൻ്റ് ഓർഗനാണ്. അപ്പം നമുക്ക് ആനയെ സംബന്ധിച്ച് ആനയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു അവയവമാണ് ആനയുടെ തുമ്പിക്കൈ. എങ്ങനെയാണത് ആനയെ സഹായിക്കുന്നത്? ഇറ്റ് ക്യാൻ സെൻസ് ദ സൈസ്, ഷേപ്പ് ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഒബ്ജക്ട്സ്. അതായത് വസ്തുക്കളുടെ വലിപ്പം, അതിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി ആന ഇങ്ങനെ നോക്കുന്നറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ വലിപ്പം അറിയാൻ അതിനെ സഹായിക്കും, അതിൻ്റെ രൂപം മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ അതിൻ്റെ താപനില, അതെന്താണ്, അതിന് ചൂടുണ്ടോ തണുപ്പുണ്ടോ, എന്താണോ അതിൻ്റെ ഒരു അവസ്ഥ, അതൊക്കെ മനസ്സിലാക്കാൻ ഈ തുമ്പിക്കൈ ആനയെ സഹായിക്കും. അതൊരു നല്ല സെൻസ് ഓർഗനാണ്. അപ്പോൾ ആനകൾക്ക് ഏറ്റവും അധികം ഉപകാരം ഉള്ള ഒരു അവയവമാണ് ആനയുടെ തുമ്പിക്കൈ. തുമ്പിക്കൈ കഴിഞ്ഞാൽ പിന്നെ ആ തുമ്പിക്കൈയുടെ ഇരുവശങ്ങളിലുമായിട്ട് എന്തുണ്ട്? ആനയുടെ പല്ലുകളുണ്ട് അല്ലേ. നമ്മൾ ആനക്കൊമ്പെന്നൊക്കെ പറയും. ആനക്കൊമ്പായിട്ട് മാറിയിരിക്കുന്ന എന്താണ്? ശരിക്കും ആനയുടെ ആ പല്ലുകളാണ്. പല്ലുകൾക്ക് ഇംഗ്ലീഷിൽ ആനയുടെ പല്ലുകൾക്ക്, ആനയുടെ ആ കൊമ്പുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആനപ്പല്ലുകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ടസ്ക്സ് എന്നാണ്, ടസ്ക്. അപ്പോൾ എലഫന്റ് ടസ്ക് ആർ ആക്ച്വലി ടീത്ത്. ആനയുടെ പല്ലുകളാണത്. They are enlarged incisor teeth that first appear when elephants are about 2 years old. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ മുൻപല്ലുകൾക്കാണ് നമ്മൾ പറയുക ഇൻസിസർ എന്ന്. അപ്പോൾ ആനയുടെ, അതായത് ജനിച്ച് ഏകദേശം 2 വയസ്സാവുമ്പോഴാണ് ഈ മുൻപല്ലുകൾ വളർന്ന് കാണപ്പെടുന്നത്. ഈ പല്ലുകളുടെ പ്രത്യേകത എന്താണ്? ഇത് tusks keep growing throughout their lives. ആനകൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലം അവയുടെ ഈ പല്ലുകളും വളർന്നുകൊണ്ടിരിക്കും, ഈ മുൻപല്ലുകളും വളർന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ആനക്കൊമ്പുകളായിട്ട് നമ്മൾ അങ്ങ് പറയുന്നതാണ്. Elephants use them to remove bark from trees, dig roots and defend themselves. അപ്പം മരങ്ങളുടെയൊക്കെ തോല് ഉരിക്കാൻ, അതുപോലെ തന്നെ വേര് കുഴിക്കാൻ, അതുപോലെ തന്നെ ഈ സ്വയം സംരക്ഷിക്കാൻ, ഒരു ഡിഫെൻസ് ടൂളായിട്ടും ഒക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ ആനകളുടെ കൊമ്പുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആനകളുടെ പല്ലുകൾ, ദന്തങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ആനകളുടെ അടുത്ത പ്രത്യേകത നമുക്ക് നോക്കിയാലോ. എലഫൻസ് ഹാവ് ആൻ എക്സലന്റ് സെൻസ് ഓഫ് സ്മെൽ ബട്ട് പുവർ ഐസൈറ്റ്. അപ്പോൾ ആനകൾക്ക് എക്സലന്റ് സെൻസ് ഓഫ് സ്മെൽ, അതായത് നന്നായിട്ട് ഘ്രാണശക്തിയുണ്ട്, നന്നായിട്ട് മണക്കാൻ, പ്രത്യേകിച്ച് മണം തിരിച്ചറിയാൻ പെട്ടെന്ന് ആനയ്ക്ക് സാധിക്കും. ബട്ട് ദേ ഹാവ് പുവർ ഐസൈറ്റ്, അതായത് അതിൻ്റെ കാഴ്ചശക്തി അത്ര നല്ലതല്ല, അത്ര പോരാ. ആന ഇത്രയും വലിയ വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടിട്ടുണ്ട് കുഞ്ഞ് 2 കണ്ണുകളാണ്. പക്ഷേ അല്ലേ, ആനകൾക്ക് കാഴ്ചശക്തി അത്ര പോരാ. പക്ഷെ നന്നായിട്ട് മണത്ത് കണ്ടുപിടിക്കാൻ ആനയ്ക്ക്, അല്ലെങ്കിൽ മണം പെട്ടെന്ന് തിരിച്ചറിയാൻ ആനയ്ക്ക് കഴിയും. They can smell water from as far as 20 miles away. ഏതാണ്ട് 12 മൈൽ അകലത്ത് നിന്ന് പോലും, അത് 12 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പോലും വെള്ളത്തിൻ്റെ സാന്നിധ്യം, ആ വെള്ളത്തിൻ്റെ മണമൊക്കെ തിരിച്ചറിയാൻ ആനയ്ക്ക് സാധിക്കും. അത്ര മിടുക്കനാണ് ആന.
അടുത്ത പ്രത്യേകത നമുക്ക് നോക്കിയാലോ. എലഫൻസ് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ എവരി ഡേ. അപ്പോൾ ആനകൾ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. ഇത്രയും വലിയ ശരീരമുള്ള ജീവിയല്ലേ. നമ്മളൊക്കെ ഏതാണ്ട് 8 ലിറ്റർ വെള്ളമൊക്കെ അല്ലെങ്കിൽ കുടിക്കണമെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. 8 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഒരു ദിവസം എന്നൊക്കെ പറയാറുണ്ട്. ആനകളോ, ദേ ക്യാൻ ഡ്രിങ്ക് അബൌട്ട് 210 liters ഓഫ് വാട്ടർ ഡെയിലി. അതായത് ഏകദേശം 210 ലിറ്റർ വെള്ളമാണ് ആനകൾ ഒരു ദിവസം കുടിക്കുക. Elephants spend most of their day looking for food. അപ്പോൾ ആനകൾ ആ ദിവസം, നമ്മുടെ ദിവസത്തിൻ്റെ നല്ലൊരു ശതമാനം നമ്മൾ ചിലവഴിക്കുന്നത് ഭക്ഷണം കഴിക്കാനുണ്ട്, ഒരുപക്ഷെ പഠിക്കാനുണ്ട്, യാത്രകൾ ചെയ്യാനുണ്ട്, ജോലി ചെയ്യാനുണ്ട്, ഉറങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആനകളെ സംബന്ധിച്ച് ആനകൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ ദിവസത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശതമാനം ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഭക്ഷണം തേടുന്നതിനായിട്ടാണ്. They are looking for their food. And they can spend up to 16 hours a day searching for food. ഏതാണ്ട് അവർ 16 മണിക്കൂർ സമയം വരെ അതുങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി തന്നെ അലഞ്ഞു നടക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു ജീവിയാണ് ആന. അടുത്ത പ്രത്യേകത നമ്മൾ കണ്ടു, പ്രധാനമായിട്ടും ആനകൾ വളരെ കുറച്ച് സമയമാണ് അന്ന് വെറുതെ ഇരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഏകദേശം ഒരു 10-16 മണിക്കൂറോളം അതിന് മേലെ ആനകൾ ഭക്ഷണവും വെള്ളവും ഒക്കെ തേടി ഇങ്ങനെ യാത്ര ചെയ്യുവാന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ എലഫൻറ്റ് സ്ലീപ്പ് വെരി ലിറ്റിൽ. ആനകൾ വളരെ കുറച്ചേ ഉറങ്ങുന്നുള്ളൂ. ദേ യൂഷ്വലി സ്ലീപ്പ് ഓൺലി അബൌട്ട് 2-3 hours. ഏകദേശം 2-3 മണിക്കൂർ, ഒരുപക്ഷെ അതിൽ കൂടുതൽ കാണുമായിരിക്കും. ഏതാണ്ട് ഏകദേശം 2-3 മണിക്കൂറൊക്കെയാണ് ആനകൾ ഉറങ്ങുന്നത്. ബാക്കിയുള്ള സമയങ്ങളൊക്കെ അതുങ്ങൾ ഈ തീറ്റ തേടി അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എലഫൻസ് ടേക്ക് മഡ് ബാത്സ് ടു പ്രൊട്ടക്ട് ദെയർ സ്കിൻ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ആനകൾ ഇങ്ങനെ ചെളിയിലൊക്കെ കിടന്ന് ഉരുളുന്നത്, ചെളിയൊക്കെ വാരി ദേഹത്ത് പൂശുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഇത്? ശരിക്കും പറഞ്ഞാൽ ഒരു സൺസ്ക്രീൻ, നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ടല്ലേ മുഖത്ത്, ചർമ്മമൊക്കെ വെയിൽ കൊണ്ട് വാടാതിരിക്കാനും വേണ്ടി അല്ലെങ്കിൽ കരിവാളിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ചർമ്മം സംരക്ഷിക്കാൻ വേണ്ടി സൺസ്ക്രീമൊക്കെ നമ്മൾ പുരട്ടാറുണ്ട് അല്ലേ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആനകളുടെ ഒരു സൺസ്ക്രീനാണ് ഈ പറയുന്ന മണ്ണിൽ കുളിക്കുന്ന അവരുടെ ഒരു, നമ്മൾ ഈ പറയുന്ന ഈ ഓയിൽമെൻറ്റുകൾ, ക്രീമുകൾ പുരട്ടുന്ന പോലെ തന്നെയാണ് ആനകൾ ശരിക്കും അവരുടെ സ്കിൻ സംരക്ഷിക്കാൻ വേണ്ടി, ചർമ്മം സംരക്ഷിക്കാൻ വേണ്ടി മണ്ണിൽ ഈ കിടന്നുരുളുന്നതും മണ്ണിൽ വാരി ദേഹത്ത് പൂശുന്നതും അല്ലെങ്കിൽ ചെളി കൊണ്ട് കുളിക്കുന്നതും ഒക്കെ അവരുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ്. Their skin is very sensitive, so mud and dust protect them from the sun and insect. അപ്പോൾ അവരുടെ ഈ ചർമ്മം വളരെ സംവേദനശേഷി, വെരി സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണ്ണും പൊടിയും ഒക്കെയാണ് അവരെ സൂര്യപ്രകാശത്തിൽ, അല്ല അങ്ങേയറ്റമുള്ള സൂര്യപ്രകാശത്തിൽ നിന്നും അങ്ങേയറ്റമുള്ള ഈ കീടങ്ങളിൽ നിന്നുമൊക്കെ അതുങ്ങളെ സംരക്ഷിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ ആനകൾ ചെളി കിടന്ന് ഉരുളുമ്പോഴും അല്ലെങ്കിൽ ചെളി വെള്ളത്തിൽ കുളിക്കുമ്പോഴോ ദേഹത്തെടുത്ത് പൂശുമ്പോഴോ ഒന്നും നമ്മൾ അവരെ കളിയാക്കരുത്. കാരണം അവർ ഏറ്റവും നല്ല ബുദ്ധിയുള്ളൊരു ജീവികളാണ്. അവരുടെ സ്വയം ശരീരം സംരക്ഷിക്കുക കൂടിയാണ് അവർ ചെയ്യുക. അടുത്ത പ്രത്യേകത നമുക്ക് നോക്കാം. എലഫൻസ് ഹാവ് എ ലോങ് ലൈഫ് സ്പാൻ. അതായത് ദീർഘ ആയുസ്സുള്ള ഒരു ജീവിയാണ് ആന. The typical lifespan of an elephant is about 70 years. ആനകൾക്ക് ഏകദേശം 70 വർഷമാണ് ഏകദേശം ആനകളുടെ ആയുർദൈർഘ്യം. അതാണ്ട് 70 വയസ്സ് വരെയാണ് ആനകൾ ജീവിച്ചിരിക്കുക. അടുത്ത പ്രത്യേകത നമുക്ക് വളരെ കൗതുകം ഉണർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ നമുക്കൊക്കെ താടിയുണ്ടല്ലേ. അപ്പം നമുക്ക് അല്ലാതെ വേറെ ആർക്കെങ്കിലും താടിയുള്ളതായിട്ട്, വേറെ മൃഗങ്ങൾക്ക് താടിയുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നോക്കൂ, എലഫൻസ് ആർ ദി ഓൺലി മാമൽസ് ബിസൈഡ്സ് ഹ്യൂമൻസ് ദാറ്റ് ഹാവ് ചിൻസ്. അതായത് മനുഷ്യരെ കൂടാതെ താടിയുള്ള ഏക സസ്തനി
ആനയാണ്. ആനയ്ക്കാണ് ഈ മനുഷ്യരെ പോലെ താടിയുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രത്യേകതയാണ് ആനകളുടെ. ആനയ്ക്ക് മനുഷ്യരെ പോലെ തന്നെ താടികളുണ്ട്. താടിയുള്ള ഏക സസ്തനി മനുഷ്യരെ കൂടാതെ ആനകളാണ്. അടുത്ത ഒരു പ്രത്യേകത നമുക്ക് നോക്കിയാലോ. എലഫൻസ് ഹാവ് എ ഹ്യൂജ് നമ്പർ ഓഫ് മസിൽസ്. അപ്പം ആനകൾക്ക് അത്രയും വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ആനകൾക്ക് ഒരുപാട് മാംസപേശികളുണ്ട് അതിൻ്റെ ശരീരത്തിൽ. An elephant has more than 1 lakh muscles and about 40,000 of them are in its trunk. അപ്പോൾ ഏതാണ്ട് 1,00,000-ലധികം മാംസപേശികളുണ്ടെന്നാണ് പറയുന്നത് ആനയ്ക്ക്. അറിയാം, അത്രയും വലിപ്പമുള്ള ഒരു ജീവിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് 1,00,000-ലധികം മാംസപേശികളുണ്ട്. അതിൽ തന്നെ ഏകദേശം 40,000 എണ്ണത്തോളം അതിൻ്റെ തുമ്പിക്കൈയിൽ മാത്രമായിട്ടുണ്ടെന്നാണ്. കാരണം തുമ്പിക്കൈ അതിന് ഏറ്റവും ആവശ്യമുള്ള ഒരു അവയവമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അപ്പോൾ ആനകളുടെ മാംസപേശികളുടെ ഏതാണ്ട് 40,000 എണ്ണത്തോളം മാംസപേശികൾ കാണപ്പെടുന്നത് അതിൻ്റെ തുമ്പിക്കൈയിലാണ്. അതേക്കുറിച്ചുള്ള അടുത്ത കൗതുകകരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് എലഫൻസ് ഹാവ് എക്സലൻറ്റ് മെമ്മറി. ഇപ്പം നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമുക്കാണ് ഏറ്റവും നല്ല ഓർമ്മശക്തിയുള്ളത്. പക്ഷെ നമ്മളെക്കാട്ടിലും ഒരുപക്ഷെ നല്ല ഓർമ്മശക്തിയുള്ള ജീവിയാണ് ആനയെന്നാണ് പറയപ്പെടുക. ദ ടെമ്പറൽ ലോബ് ഇൻ ആൻ എലഫൻറ്റ്സ് ബ്രെയിൻ ഈസ് ലാർജർ ആൻഡ് ഡെൻസർ ദാൻ ദാറ്റ് ഓഫ് ഹ്യൂമൻസ്. ദാറ്റ് ഈസ് വൈ പീപ്പിൾ സേ എലഫൻറ്റ്സ് നെവർ ഫോർഗെറ്റ്. അതായത് ആനയുടെ മസ്തിഷ്കത്തിൽ ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് മനുഷ്യരെക്കാട്ടിലും വലുതാണ്, മനുഷ്യരെക്കാട്ടിലും കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആനകൾക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. ആനകൾ ഒരിക്കലും മറക്കില്ലെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നല്ല ഓർമ്മശക്തിയുള്ള ജീവികളാണ് ആനകൾ. കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നമ്മൾ ആനകളെക്കുറിച്ചുള്ള 15 കൗതുകങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കൗതുകങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വീഡിയോകൾ നമുക്ക് കണ്ടുമുട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾക്ക് കണ്ടുമുട്ടാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.